ഹലോ ഫ്രണ്ട്സ്, ഞാൻ അൻവർ സാം, ആർക്കിടെക്റ്റ് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്. നിങ്ങൾ സംരംഭകരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ആളുകളും ഒരു ബിസിനസ് തുടങ്ങിയാൽ, ഒരു സംരംഭം തുടങ്ങിയാൽ അവരുടെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. അതിന് വളരെ പ്രാധാന്യവുമുണ്ട്. കാരണം ഒരു ബിസിനസ്സിൻ്റെ ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത് അതിൻ്റെ ശൈശവ ദശയാണ്. ആ ശൈശവകാലത്ത് നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് നോക്കിയിരുന്നത്, അതുപോലെ നാം നമ്മുടെ ബിസിനസ്സിനെയും നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടോ, എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ, അവർ അറിയാതെ എന്തെങ്കിലും അബദ്ധങ്ങളിൽ ചാടുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ സൂക്ഷ്മതയോടെ നോക്കുന്നത് പോലെ നമ്മളെ ബിസിനസ്സിനെയും അതുപോലെ നമ്മൾ നോക്കേണ്ടതുണ്ട്, അതുപോലെ സംരക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ ബിസിനസ്സിൻ്റെ ആ ശൈശവ ദശ പൂർത്തിയാകുമ്പോൾ, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയർത്തി കൊണ്ടുപോകണമെങ്കിൽ ഒരു ഓൺട്രപ്രണർ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയോ, ഒരു ഓൺട്രപ്രണർ ആ ബിസിനസ്സിൽ ഏത് കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്? ഞാൻ ഒരുപാട് ആളുകളുമായി സംസാരിക്കുമ്പോൾ എല്ലാവരും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ആ ബിസിനസ്സിൻ്റെ ഓപ്പറേഷനിലായിരിക്കും, അല്ലെങ്കിൽ ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിലായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ബിസിനസ്സുകാരൻ്റെ അല്ലെങ്കിൽ ഓൺട്രപ്രണറുടെ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടത് ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിലല്ല. സത്യത്തിൽ ആ ബിസിനസ്സിൻ്റെ വളർച്ചയിലാണ്, ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിലാണ്, ആ ബിസിനസ്സിന് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നതിലാണ്. ഈ ഓൺട്രപ്രണറുടെ സാന്നിധ്യമില്ലാതെ തന്നെ ഓട്ടോമേറ്റഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിങ്ങൾക്കറിയാം, വലിയ വലിയ ബിസിനസ്സുകാർ, 100-200 സംരംഭകരെ ഉള്ള ആളുകളുണ്ട്, 100-200 സ്ഥാപനങ്ങളുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? അവർ വിജയിച്ചിട്ടുള്ളത് ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെയാണ്. അവർ അവരുടെ 1-2 ബിസിനസ്സിൽ ഇംപ്ലിമെൻ്റ് ചെയ്ത സിസ്റ്റം മറ്റു സ്ഥലങ്ങളിലേക്കും അതിനെ കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്തു എന്നത് മാത്രമാണ് അവർ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഒരു ബിസിനസ്സിൻ്റെ ഒരു തലം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ ബിസിനസ് തുടങ്ങാൻ കഴിയും. ബിസിനസ്സിൻ്റെ ഒരു തലം കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാതെ തന്നെ ആളുകൾ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് കൊടുന്ന് വെക്കുന്ന സാഹചര്യമുണ്ടാവും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല, ഒരു ഓൺട്രപ്രണർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഇന്നൊവേഷനെ കുറിച്ചാണ്. ഒരു ഓൺട്രപ്രണർ കൂടുതൽ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഒരു ഓൺട്രപ്രണർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കേണ്ടത് ആ കമ്പനിയിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനും വളരെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം. മാത്രമല്ല, 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞാൽ ആ ബിസിനസ് എവിടേക്കാണ് നീങ്ങുന്നത് എന്ന് വളരെ കൃത്യമായി പഠിക്കുവാനും അതിനുവേണ്ടി സമയം ചെലവഴിക്കാനും കഴിയണം. ഇങ്ങനെ ബിസിനസ്സിനെ കൊണ്ട് നടക്കുന്ന ആളുകൾ ഫ്രീഡം ബിസിനസ് ഓണേഴ്സായിട്ട് മാറും. അവർക്ക് അവരുടെ ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവർക്ക് വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള, ക്രിയാത്മകമായ മറ്റു കാര്യങ്ങളിൽ അവർക്ക് എൻഗേജ്ഡ് ആവാൻ പറ്റും. മാത്രമല്ല, അവരുടെ കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റും, സുഹൃത്തുക്കൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റും. മാത്രമല്ല, പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ നിങ്ങൾ എത്ര സമയമാണ് നിങ്ങൾ ഓപ്പറേഷന് വേണ്ടി, അല്ലെങ്കിൽ ആ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നത്? എത്ര സമയമാണ് ആ ബിസിനസ്സിൻ്റെ ഭാവി വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്നത്? എത്ര സമയമാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിങ്ങൾ മാറ്റിവെക്കുന്നത്? ഇതിനേക്കാൾ ഏറ്റവും ഉപരിയായി
നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എത്ര സമയമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഓർക്കുക, വിജയിച്ച ആളുകളെല്ലാവരും അവരിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളാണ്. അത് പണവും സമയവും. നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് വലിയ വളർച്ചയുണ്ടാവുക. നിങ്ങളുടെ മനസാന്നിധ്യമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ വളർച്ചയാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ച എന്ന് ഓർക്കുക. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ, എപ്പോഴും എനർജറ്റിക് ആയിട്ടിരിക്കുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ നിങ്ങൾക്കൊപ്പം അൻവർ സാം, ആർക്കിടെക്ചർ ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ്.